അസ്സലാമു അലൈക്കും. നമ്മള് IRSന്റെ യാത്രാ വഴികളിലാണ്. എന്താ പറയാന്നറിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു നിമിഷം കൂടിയാണ്. കാരണം IRSന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന 90s നമ്മോടൊപ്പം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കുറേ പേര് പറയും ആ ഒരു പേര്, സിദ്ദീഖ് മങ്കട. അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. അദ്ദേഹത്തോടൊപ്പമാണ് നമ്മൾ ഇർസയ്ക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് വിശേഷങ്ങൾ അദ്ദേഹം നമ്മളോട് പങ്കുവെക്കും. നമുക്ക് ചോദിച്ചറിയാം. സർ, സ്വാഗതം. കുറേ വർഷമായി നമ്മൾ കണ്ടിട്ടല്ലേ? എന്ത് പറയുന്നു? സുഖമായിട്ട് പോകുന്നുണ്ട്. വളരെ സന്തോഷമാണ്. ആണല്ലേ? ഇപ്പോ എവിടെയാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്? ഈ സ്ഥാപനം ഇസ്ലാമിക് ഓറിയന്റൽ ഹൈസ്കൂൾ കരിങ്ങനാട്, അതിന്റെ പ്രൈമറി സെക്ഷനാണ് മൗണ്ട് സഫ ഇംഗ്ലീഷ് സ്കൂൾ. ഓ, അത് ശരി. അപ്പോൾ ഈ ക്യാമ്പസ് മൗണ്ട് സഫ ഇംഗ്ലീഷ് സ്കൂളാണ്. തൊട്ടപ്പുറത്ത് ചെറിയൊരു ക്യാമ്പസ് ഉണ്ട്, അവിടെയാണ് IOHS ഉള്ളത്. അത് ശരി. നമ്മുടെ സ്കൂളില് പ്രിൻസിപ്പാൾ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പഠിക്കുമ്പോൾ അധ്യാപകനായിരുന്നു. ഞങ്ങൾ പോകുന്നതിന് ശേഷം, അതായത് 99 ആഫ്റ്റർ ആണ് സാറ് പ്രിൻസിപ്പാൾ ആയിട്ടുണ്ടായത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തെ കുറിച്ചൊക്കെ ഓർക്കുമ്പോ? എന്താ പറയാനുള്ളത്? എനിക്ക് എന്റെ നിങ്ങൾ IRSനെ അതിന്റെ ഗോൾഡൻ പീരീഡായി കാണുന്നത് പോലെ എന്റെ സർവീസ് കാലഘട്ടത്തിലെയും ഗോൾഡൻ പീരീഡാണ് IRSലെ അധ്യാപകനായി ജീവിച്ച കാലഘട്ടം. അത് ഞാൻ 2001 ബാച്ചിന്റെ ആ മാഗസിനിൽ ഞാൻ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. എനിക്ക് എന്നും ത്രസിക്കുന്ന ഓർമ്മകളായിട്ട് കൂട്ടെഴുത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ ബാച്ചുകളിലെ കുട്ടികളോടൊക്കെ ഉള്ള ഇന്റിമസി, അതിനുശേഷം അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ ഉള്ള ആളുകളായിട്ട് ജീവിക്കണം. അവരിവിടെ വന്ന് കാണാറുണ്ട്, ഞാൻ അവിടെ വരുമ്പോൾ ഓടി വരാറുണ്ട് പലരും. അങ്ങനെ ഒരു വളരെ സന്തോഷത്തിൻ്റെ, വളരെ നല്ല ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പോഴും IRS ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് നിലനിർത്തുന്നുണ്ട്? വളരെ സജീവമായിട്ടുണ്ട്. ആണല്ലേ? അവിടെ ഒരു ചെറിയ ഈവന്റ് ഉണ്ടെങ്കിൽ അതറിയും, അപ്പോൾ ഓടി ചെല്ലും. പലരും അങ്ങോട്ട് ക്ഷണിക്കാറുണ്ട്. എനിക്ക് 2 ടേം ഉണ്ടായല്ലോ. എന്റെ സെക്കൻഡ് ടേമിലെ പല ആളുകളും ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവര് എല്ലാ വിഷയങ്ങളും യഥാസമയം അറിയിക്കും, ഓടി ചെല്ലും. പിന്നെ കുട്ടികളുടെ വീടുകളിലുള്ള സംഭവങ്ങൾ, ഇത് കല്യാണമായാലും മരണമായാലും ഒക്കെ കൊടുത്താറുണ്ട്. ഇന്ന് നമ്മുടെ മാധ്യമത്തിന്റെ ലേഖകനാണ് അസ്ലം. നമ്മുടെ 99 ബാച്ച് എന്റെ ബാച്ചായിരുന്നു. ഇപ്പോ ഈ പറയുന്ന കൂട്ട് ഇന്റർവ്യൂസ് ഒക്കെ തുടങ്ങിയ സമയത്ത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, സിദ്ദീഖ് സാറെ നമുക്ക് ഇന്റർവ്യൂ എടുക്കണം എന്നാണ്. അപ്പോൾ അത്തരം ഒരുപാട് മനസ്സുകളിൽ സിദ്ദീഖ് സാറ് കയറി കൂടിയിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഒരു ശിക്ഷണം എന്ന് പറയുന്ന അതിൻ്റെതായ രൂപത്തിൽ നടക്കുന്ന ഒരു കാലഘട്ടം, പക്ഷെ എങ്കിൽ പോലും കുട്ടികളുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് കയറി ചെന്നത്? അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഞാൻ എൻ്റെ ഒരു കരിയർ ടീച്ചിങ് ആണെന്ന് തിരിച്ചറിഞ്ഞ വളരെ വൈകിട്ടാണ്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ക്യാമ്പസിൽ അധ്യാപകനായി ജോലി ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടു. പഠിച്ച കോളേജിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ അങ്ങനെ ഒരു സേവനം ചോദിച്ചപ്പോൾ കൊടുത്തു. അവിടെ എത്തി ആ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതാണ് എൻ്റെ ഫീൽഡും തിരിച്ചറിഞ്ഞത്. അങ്ങനെ ഞാൻ BEd പോകാൻ തീരുമാനിക്കുന്നത്. ഫറൂഖ് കോളേജിൽ BEd കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നേരെ IRSൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ജോലി അന്വേഷിച്ച് പോവുകയായിരുന്നില്ല, എന്നെ തേടി ഇങ്ങോട്ട് വരികയായിരുന്നു. ഞാൻ BEd കഴിഞ്ഞു എന്നറിഞ്ഞ് IRSൽ നിന്ന് ഒരു കോൾ വന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് സംസാറാണ് എൻ്റെ പിന്നിൽ. സംസാർ അന്നും ഇന്നും എനിക്കൊരു നല്ല റോൾ മോഡലാണ്. അപ്പോൾ കുട്ടികളെ അകമൊഴിഞ്ഞ് സ്നേഹിക്കുക, അവരുടെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക, അതെൻ്റെ ജോലി വളരെ സുഗമമാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അധ്യാപകനായിട്ടുള്ള ഫസ്റ്റ് എൻട്രി IRS അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാല് ആ ഒരു മനസ്സിലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ജോബിന്റെ തുടക്കമാണല്ലോ. അവിടുന്നാണ്. എന്തൊക്കെ അനുഭവങ്ങളാണ് നമുക്ക്, അതായത് അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? വളരെ നല്ല അനുഭവങ്ങൾ. അതായത് ആ ഒരു 5 വർഷത്തെ കുറിച്ച് എഴുതിയാൽ തീരാത്തത്ര. ഞാൻ അതിൽ കുറച്ച് ഈവന്റുകൾ, സംഭവങ്ങൾ മാത്രം കൂട്ടെഴുത്തിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. അത് വളരെ ഇങ്ങനെ തള്ളി വരുന്ന ഓർമ്മകളാണ്. അധ്യാപകരുടെ കൂട്ടത്തില് സമസ്സാറാണ് ഞാൻ പറയാം. കാരണം സമസ്സാറെ ഒരു മോഡലായിട്ട് ഞാൻ കാണുകയും ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു. ആ കൂട്ടത്തില് റഹീം സാഹിബിനെയും ഓർക്കാതിരിക്കാൻ വയ്യ, പാലാറ. അദ്ദേഹം എന്നോട് ഒരിക്കൽ വീട്ടിൽ കാണാൻ വരികയും വെറും അധ്യാപകനായി ജീവിച്ചാൽ പോരാ, ചുമതലകൾ ഏറ്റെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ സമസ്സാറൊക്കെ ഫോളോ ചെയ്യാനുള്ള ഒരു കണ്ണും കൂടെ ഉണ്ടാവണമെന്ന് ആ സമയത്ത് വളരെ ഫസ്റ്റിൽ എന്നോട് നിർദ്ദേശിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയതാ.
പക്ഷെ അത് ഫലത്തിൽ എനിക്ക് വലിയൊരു മോട്ടീവായി. ആ മോട്ടീവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പിന്നെ കാര്യങ്ങൾ പഠിച്ചു. സമസാറും തന്നെ പിന്നെ എന്നെ വളർത്തിയിരുന്നു എന്ന് തോന്നി എനിക്ക്. ചുമതലകൾ ഏൽപ്പിച്ചാൽ ആ ചുമതല എങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് മാറി നിന്ന് നോക്കുകയും അതിലെ ശരിതെറ്റുകൾ സൂചിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ അന്നത്തെ ഒരു സഹവാസം, അന്ന് നല്ലൊരു ടീമുണ്ടായിരുന്നു. GK കൂടെ ഉണ്ടായിരുന്നു, കമാൽ സാർ ഉണ്ടായിരുന്നു, നല്ലൊരു ടീമായിരുന്നു ഞങ്ങള്. അതെ, KGK സാർ ഉണ്ടായിരുന്നു. KGK സാറിന്റെ സെക്കൻഡ് ടൈമിൽ എന്റെ സപ്പോർട്ടറായിട്ട് അസിസ്റ്റന്റ് HM ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു 6 വർഷം. അങ്ങനെ നല്ലൊരു കാലഘട്ടം. അവരെല്ലാവരും കൂടെ നമ്മളെ നല്ലൊരു ടീം വർക്ക്, അവിടെ പരസ്പരം പിന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് കുട്ടികൾക്കും കൊടുക്കേണ്ടിയിരുന്നത്. തീർച്ചയായിട്ടും നല്ലതല്ലാത്ത ഒരു മെസ്സേജും അവിടുന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. ഈ IRSൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അത്തരത്തിലുള്ള ഒരു ഇന്റിമസി, അതായത് ആ IRSന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൗഹൃദം വളർത്തിയെടുക്കാൻ നമുക്ക് അതിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അത്തരത്തിലുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കുട്ടികളുമായിട്ട്. ഞാൻ ഈ സ്ഥാപനത്തിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ വരെ ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പളായിക്കൊണ്ട് കുട്ടികളുമായിട്ട് പിന്നെ കൂടുതൽ അറ്റാച്ച്മെന്റ് പൊതുവെ കാണാറില്ല. പക്ഷെ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പ്രിൻസിപ്പളായിരിക്കെ തന്നെ ക്ലാസ് എടുത്തിരുന്നു, ചോദിച്ചു വാങ്ങിയതായിരുന്നു. ലാസ്റ്റ് 2 ബാച്ച് 9th-നും 10th-നും ഞാൻ ക്ലാസ് എടുക്കും. അതായത് കുട്ടികളെ എനിക്ക് അടുത്തറിയാനും അവരുടെ ഫാമിലിയെ പഠിക്കാനും അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയാനും അതനുസരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യാനായിരുന്നു. അത് വളരെ ഫലം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സെൻഡ് ഓഫ്, ഇവിടെ വിപുലമായ സെൻഡ് ഓഫ് നടന്നിരുന്നു. ഒരു 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വിർച്വൽ സെൻഡ് ഓഫ്. അപ്പോൾ എൻ്റെ കുട്ടികളുടെ പിന്നെ ഫീഡ്ബാക്ക് എനിക്ക് വളരെയധികം ഞാൻ ഉദ്ദേശിച്ചത് നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ IRSൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ടെമ്പോ എൻ്റെ കരിയറിൽ ലാസ്റ്റ് ടൈം വരെ നിലനിർത്താൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും പിന്നീടുള്ള കരിയറിൽ IRS ഒരു പ്രചോദനമായിട്ടല്ലേ, അവിടെ നിന്നുള്ള മാതൃകയും ആ ഒരു പിന്നെ ഇതുണ്ടല്ലോ, നമ്മൾ കൊടുത്തത് നമുക്ക് കിട്ടുന്നത് ഒരു വലിയ അനുഭവമാണല്ലോ. ഈ അനുഭവം തുടർന്ന് ഇക്കാലം വരെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ, ഇപ്പൊ സമസാറൊക്കെ കാലഘട്ടത്തിലാണ് അവിടെ പള്ളി വരുന്നത്, അവിടെയുള്ള കുട്ടികൾക്ക് ഇമാമായിട്ട് നിൽക്കാനുള്ള പരിശീലനങ്ങളൊക്കെ അതിന് സിദ്ദീഖ് സാറും മുൻകൈ എടുത്ത് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു കാര്യം? പിന്നെ അത് ഒരു സമസാറിന്റെ ഒരു വളരെ തന്ത്രപരമായ പിന്നെ നീക്കായിരുന്നത്. നമ്മൾ അത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാനുള്ള ചുമതല നമ്മൾ ഏൽപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ പിന്നെ പുറത്തു വരുന്ന ടൈമാണല്ലോ. അപ്പോൾ ആ ടൈമിൽ ഹോസ്റ്റലിലെ കുട്ടികൾ അവരിൽ നമുക്കതിങ്ങനെ ശരിക്കും പയറ്റാനുള്ള നല്ല അവസരങ്ങളായിരുന്നു. അപ്പോൾ നമ്മുടെ ഐഡിയാസൊക്കെ അവിടെ ചേച്ചി ശാന്തിപുരം മൽജാമിയയിൽ നിന്ന് കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. ഈ ഐഡിയാസ് ശരിക്കും അവിടെ വർക്കൗട്ട് ചെയ്തു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ കുറേ നേതാക്കന്മാരുണ്ടായെടുത്തു. അതിൽ സഫീർ ഷാ പോലുള്ള നേതാക്കൾ, CT ഷുഹൈബ് പോലുള്ള ആളുകൾ ഒക്കെ വളരെ വളരെ അഭിമാനിക്കാവുന്ന സന്തോഷകരമായ അനുഭവങ്ങളാണ്. ഇപ്പോ ഹോസ്റ്റലിന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ അവിടെ ഹോസ്റ്റലില്ല. പക്ഷെ അന്നത്തെ ഹോസ്റ്റൽ എന്ന് പറയുമ്പോ ഇപ്പൊ AI വീഡിയോ കുട്ടികൾ ഇപ്പൊ ഹുസൈനും ഇവരൊക്കെ ചെയ്തതില് ആ വീഡിയോയിൽ നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ? അത് ആ ഒരു അനുഭവം, ഹോസ്റ്റലും കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ, അത് എന്താ പറയാ, അവിടെ ഹോസ്റ്റൽ നിർത്തലാക്കുന്ന എൻ്റെ സെക്കൻഡ് ടേമിലാണ്. ഞാൻ 2008 HM ആയിട്ട് ജോയിൻ ചെയ്തതിന് ശേഷമാണ്, 2 വർഷം 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഹോസ്റ്റൽ സ്റ്റോപ്പ് ചെയ്തത്. ആ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ആണ് ശരിക്കും എൻ്റെ വേദന അറിഞ്ഞത്. ഹോസ്റ്റൽ നമുക്ക് നൽകിയ എക്സ്പീരിയൻസ്, കുട്ടികളുമായിട്ട് നമ്മൾ കീപ്പ് ചെയ്ത ആ ബന്ധം, അടുപ്പം, അതൊക്കെ പിന്നെ വളരെ ശരിക്കും ഓരോന്നിങ്ങനെ എടുത്തു പറയണം. ക്യാന്റീന് കാര്യങ്ങളല്ലേ എല്ലാം കൂടെ അങ്ങനെ വരുന്നത് ഒന്നിച്ചായിരുന്നല്ലോ. ക്യാന്റീൻ താഴെ ഒരു തവണ പിന്നെ സുബഹി നമസ്കരിക്കാൻ ഒരു ടീം വൈകി. അപ്പോൾ ആ ടീമിൽ എന്ത് ചെയ്തു, മോർണിംഗിൽ ഫുഡ് തരില്ല എന്നാണ് 2-3 തവണ ആവർത്തിച്ചപ്പോൾ കൊടുത്തൊരു ശിക്ഷ. അപ്പോൾ അവർ അതിൽ മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ അവരുടെ കൂടെ മോർണിംഗ് ഫുഡ് കഴിച്ചില്ല. അത് ആ കുട്ടികൾക്ക് ഉണ്ടാക്കിയ ഒരു ഭയങ്കര ഇമ്പാക്ട്. അവരതിന് ശേഷം എന്നോട് ഭയങ്കര അടുപ്പുള്ള കുട്ടികളാണ്. അതിലൊരാൾ മരണപ്പെട്ടു പോയി. പിന്നെ അപ്പം അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ, പറഞ്ഞാൽ തീരാത്തത്ര അനുഭവങ്ങൾ. അപ്പം നമ്മൾ അവിടുന്ന് വിട്ടുപോരുമ്പോൾ
നമുക്ക് പകരം മറ്റൊരാളെ അവിടെ നിയമിക്കണം. അപ്പൊ ഹാരിസ് സാറ് പോലുള്ള ആളുകളെ സാറാണ് കണ്ടെത്തിയത് എന്ന് പറഞ്ഞു. അത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പിന്നെ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അത് പിന്നെ ഹയർ സെക്കൻഡറി റെക്കഗ്നിഷൻ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ 2008 ജോയിൻ ചെയ്യുമ്പോൾ പിന്നെ 8th to 10th മാത്രമേ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൂ. നമ്മുടെ പ്രൈമറി സെക്ഷനും റെക്കഗ്നൈസ്ഡ് അല്ല, ഹയർ സെക്കൻഡറി ഇല്ല. അപ്പോൾ ആ സമയത്ത് നബീൽ പിന്നെ അവരുടെ ഉൽപ്പം എന്താണ്, കല്ലായി നബീൽ തങ്ങളുടെ നബീൽ ആ സമയത്ത് നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. നബീലിനോട് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തു. അങ്ങനെ അതിൻ്റെ പിന്നെ റെക്കോർഡിക്കൽ വർക്കായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ മാനേജ്മെൻറ്റും ചെയ്തു, പൂർണ്ണമായിട്ട് സപ്പോർട്ട് വന്നു. അങ്ങനെ അന്നത്തെ നമ്മുടെ പിന്നെ MLA ആയിരുന്ന KT ജലീൽ സാറ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ പോക്കും വരവും എഴുത്തുകളൊക്കെ നടന്നു. അത് റിയലായി എന്നിട്ട് ഹയർ സെക്കൻഡറി ആദ്യം അപ്രൂവ്ഡായി, അതിനുശേഷം UP-LP സെക്ഷനും അപ്രൂവ്ഡായി. ആ ടൈമിൽ ഞാനാണ് അവിടെ ഇൻചാർജ് ആയിട്ടുള്ളത്. അപ്പോ സിദ്ദിഖ് സാറെ ജീവിതത്തിൽ അതൊരു വലിയൊരു സംഭവമാണ്. ഒരു IRSന്റെ ജീവിതത്തിൽ അതൊരു നാഴികക്കല്ലാണ് അല്ലേ? വളരെ ഒരു നാഴികക്കല്ലിന്റെ ഒക്കെ കൂടെ ഉണ്ടായി എന്നുള്ളത് വലിയ സംഭവമാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് അഭിമാനത്തോടെ ഇപ്പോഴും കയറി ചെല്ലാൻ പറ്റും. അതാണ് നമ്മൾ ഒരു സ്ഥാപനത്തിൽ നമ്മളാലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ വല്ല ഇന്നോവേഷൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ അപ്പൊ ആ സമയത്താണ് ഹാരിസ് സാറെ നമുക്ക് ഹയർ സെക്കൻഡറി സ്പെഷ്യലായിട്ട് മാനേജ് ചെയ്യാൻ ഒരാൾ പണിയിട്ടു. അപ്പോഴാണ് ഹാരിസ് സാറ് കോഴ്സ് കഴിഞ്ഞ് ഫ്രീ ആയ വിവരം അദ്ദേഹം അതുവരെ മക്കരപ്പറമ്പ് സ്കൂളിൽ ഡെയിലി ആയിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചു. അപ്പോൾ പിന്നെ മാനേജ്മെൻറ്റ് ഇൻ്റർവ്യൂ നടത്തി, അത് ബോധ്യപ്പെട്ടു. പിന്നെ കാര്യങ്ങൾ അദ്ദേഹമാണ് ഏറ്റെടുത്തത്. സ്ഥാപനം പ്ലാൻ ചെയ്യുന്നതിലും ഗൈഡ് ചെയ്യുന്നതിലും അപാര ശേഷിയുള്ള ആളാണ്. തീർച്ചയായിട്ടും 14 വർഷമായിട്ട് അദ്ദേഹം അവിടെ ഉണ്ട്. ഇനി ഇപ്പോ വല്ല കുട്ടികളുമായിട്ട് IRSൽ നിന്ന്, അതായത് സാറ് ഇറങ്ങി അതിനുശേഷം പഠിച്ചിറങ്ങിയ കുട്ടികള് വലിയ പൊസിഷനിലൊക്കെ എത്തിയവരായിട്ടുള്ളവരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. അവരോടൊക്കെയുള്ള ഒരു ബന്ധം എങ്ങനെ? ഇപ്പൊ നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ കാലാണല്ലോ, എങ്ങനെയാണ് അത് നിലനിർത്തുന്നത്? വളരെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, അവർ പലരും ഡയറക്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്. അവരുടെ ജീവിതത്തിൽ വലിയ ഈവെന്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ നേരിട്ട് കാണാൻ വരും. ഗൾഫിലുള്ള പലരും ലീവിന് വന്നാൽ ഒന്ന് വണ്ടിയെടുത്ത് ഇവിടം വരെ വരും, അല്ലെങ്കിൽ വീട്ടിൽ വരും. പിന്നെ വളരെ സന്തോഷകരമായ അനുഭവം. ഞങ്ങൾ ഭക്ഷണം കഴിച്ചോ ചായ കഴിച്ചിട്ടോ പിരിയും. അങ്ങനെ നിരന്തരം ബന്ധമുണ്ട്. സോഷ്യൽ മീഡിയയിൽ നല്ല ബന്ധമുണ്ട്. നമ്മളിപ്പോൾ ഇർസയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ഇവിടെ, അതായത് നമ്മുടെ കുറേ കാര്യങ്ങൾ രേഖപ്പെടുത്തണം എന്ന സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇർസയുമായി ബന്ധപ്പെട്ട്, അതായത് ഇർസ എന്ന് പറയുമ്പോൾ മെഗാ അലുമിനി അല്ലെങ്കിൽ നമ്മുടെ IRSന്റെ അലുമിനി, അവരോട് സിദ്ദീഖ് സാർക്ക് IRSന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യണം എന്ന് പറയാനുണ്ടാവുമല്ലോ, ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, അതൊന്ന് നമുക്ക് പറയാൻ പറ്റും? തീർച്ചയായിട്ടും. അത് ഒരു മഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ട് ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. അതിലെ ഫൗണ്ടേഴ്സ് അവരുടെ ആ ഒരു സ്വപ്നം ഉണ്ടല്ലോ, ആ സ്വപ്നം ഇങ്ങനെ യാഥാർത്ഥ്യമായി വന്നതിൻ്റെ ഒരു സൈനാണ് ഇവരുടെയൊക്കെ ഈ സ്കില്ലും അവരുടെ പെർഫോമൻസും. അപ്പോൾ അത് പൂർണ്ണമായും ഈ ഒരു നല്ല ഉദ്ദേശത്തിന് അവരും ഡൊണേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും. അപ്പോഴാണ് ഈ സ്ഥാപനം ഇനിയും ഒരുപാട് അവസരങ്ങളിലേക്ക്, ഒരുപാട് പുതിയ പുതിയ സാധ്യതകളിലേക്ക് വളരുക. ഇത് കേവലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതിലുപരി നല്ല മെസ്സേജുകൾ, നല്ല മോഡൽ കൈമാറാൻ കഴിയുന്ന അധ്യാപകരെ വെച്ചുകൊണ്ട് നല്ല ഒരു സ്ഥാപനമായിട്ട് എല്ലായ്പ്പോഴും ഏത് വെല്ലുവിളി കാലഘട്ടത്തിലും ആ വെല്ലുവിളിയെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ശേഷിയുള്ള ഒരു സ്ഥാപനമായിട്ട് മാറുക. അതിന് അവരുടെ കോൺട്രിബ്യൂഷൻ കാര്യമായിട്ടുണ്ടാകുക. തീർച്ചയായിട്ടും നല്ലൊരു സജഷനാണ് സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നമ്മളത് അംഗീകരിക്കുക തന്നെ വേണം. വളരെ സന്തോഷം. കുറച്ച് സമയം കൊണ്ടാണെങ്കിലും സിദ്ദീഖ് സാർ ഓർത്തെടുത്ത കാര്യങ്ങൾ നമ്മുടെ IRSലെ ഇർസയുടെ ആളുകളിലേക്ക് എത്താൻ പോവുകയാണ്. വളരെ സന്തോഷം. ഈ ഒരു ചുരുങ്ങിയ വേളയിലും നമുക്ക് വേണ്ടി ഓടി വന്ന് നമ്മോടൊപ്പം ആ ഒരു ദിവസം നമ്മളും കാത്തിരിക്കണം. റമദാൻ തുടങ്ങിയ പെരുന്നാളിന് വേണ്ടി ഒരു കാത്തിരിപ്പുണ്ടല്ലോ, അതേപോലെ. അപ്പൊ ആ ഒരു സന്തോഷ ദിവസം നമ്മൾ കാത്തിരിക്കും. ഓഗസ്റ്റ് 9 വേണ്ടിയുള്ള കാത്തിരിപ്പാണ് സിദ്ദീഖ് സാറും നമ്മളും ഒക്കെ. അപ്പൊ സ്നേഹം നമുക്ക് നിർത്താം അല്ലേ? സന്തോഷം. അസ്സലാമു അലൈക്കും.